2022 നവംബർ 18 സമയം ഉച്ചയോടടുക്കുന്നു. രാജസ്ഥാനിലെ ഉദയ്പൂരിലുള്ള ഗോകുന്ദ പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ലൈൻ പെട്ടെന്ന് നിലയ്ക്കാതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു. ഫോൺ എടുത്ത ഇൻസ്പെക്ടർ യോഗേന്ദ്രദാസിന്റെ മുഖഭാവങ്ങൾ പെട്ടെന്ന് മാറിമറിഞ്ഞു വന്നു. കാരണം മറുപുറത്ത് സംസാരിച്ചിരുന്ന ആളുടെ ശബ്ദത്തിൽ നല്ല വിറയലും പേടിയും നിറഞ്ഞു നിന്നിരുന്നു. ആ ഫോൺ കട്ടായ ഉടനെ തന്നെ യോഗേന്ദ്രദാസ് തന്റെ കൂട്ടാളികളോട് പറഞ്ഞു, വേഗം ജീപ്പെടുക്ക്, പെട്ടെന്ന് തന്നെ ഗോകുന്ദയിലുള്ള കാട്ടിലേക്ക് പോകണം. സ്റ്റേഷനിലെ പോലീസുകാർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല. ക്രിമിനലുകളുടെയും അത്യന്തം ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്ന ഈ കാട്ടിലേക്ക് നമ്മൾ എന്തിനു പോകണം? പക്ഷേ യോഗേന്ദ്രദാസിന്റെ മറുപടി വളരെ വ്യത്യസ്തമായിരുന്നു. ഫോൺ വിളിച്ച ആള് വെറുതെ പറഞ്ഞതാവില്ല, ആ കാട്ടില് അത്യന്തം അപകടകരമായിട്ടുള്ള എന്തോ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് ജീപ്പ് ആ വിജനമായ കാടിനെ ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരുന്നു. ഉൾക്കാട്ടില് വലിയ ഒരു മരത്തിന്റെ ചുവട്ടിലെത്തിയ സമയത്ത് അവർ വണ്ടിയൊന്ന് നിർത്തി. എന്നാൽ അവിടെ കണ്ട കാഴ്ച വർഷങ്ങളായി ക്രൈം ഫയൽസുകൾ മാത്രം ഡീൽ ചെയ്തിരുന്ന പോലീസുകാരെ പോലും തറഞ്ഞു നിർത്തുന്നതായിരുന്നു. മരച്ചുവട്ടിൽ പൂർണ്ണമായും നഗ്നമായ രീതിയിൽ 2 പേർ മരിച്ചു കിടക്കുകയാണ്. ഇത് ഒരു അപകട മരണമല്ല. കാരണം ഇവിടെ മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും കണ്ണുകൾ പരസ്പരം അടഞ്ഞ നിലയിലായിരുന്നു. ഇവരുടെ വാ തുറക്കാൻ കഴിയാത്ത രീതിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പരസ്പരം വേർപെടുത്താൻ കഴിയാത്ത രീതിയിൽ ഇവരുടെ ശരീരങ്ങൾ തമ്മിൽ ഒട്ടിച്ചേർന്നിരുന്നു. അതിക്രൂരമായ രീതിയിൽ ഒരുപക്ഷെ ഇവർ ആത്മഹത്യ ചെയ്തതാവാം, അതല്ലെങ്കിൽ ഇവരെ ആരോ ക്രൂരമായി കൊലപ്പെടുത്തിയതായിരിക്കാം. ആരായിരിക്കും ഇവർ? എന്തിനായിരിക്കും ഈ കൊടുങ്കാട്ടിൽ വെച്ച് ഇത്രയും ക്രൂരമായ രീതിയിൽ ഇവരെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? എന്തിനു വേണ്ടിയായിരിക്കാം? ഇത്തരം ചോദ്യങ്ങൾ പോലീസുകാരുടെ തലയിൽ നിഴലിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യ മനസ്സിനെ മരവിപ്പിച്ച ഉദയ്പൂർ ഫെവിക്വിക് മർഡറിന്റെ അന്വേഷണ കഥയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. സംഭവം നടന്ന കാട്ടിൽ പീഡന ശ്രമമോ മോഷണ ശ്രമമോ നടന്നിട്ടില്ലെന്ന് പോലീസ് ആദ്യം തന്നെ മനസ്സിലാക്കി. കാരണം ആ സ്ത്രീയുടെ കഴുത്തിൽ കിടന്ന മാലയും ആ പുരുഷന്റെ കയ്യിൽ കിടന്ന മോതിരവുമെല്ലാം അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല മരിച്ച സ്ത്രീയുടെ കഴുത്തിൽ ഒരു താലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ വിവാഹിതയാണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിച്ചു. ഇതിനെപ്പറ്റി അടുത്തുള്ള ഗ്രാമങ്ങളിൽ അന്വേഷിച്ചപ്പോൾ ഇതൊരു പക്ഷേ സത്യമാകാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോലീസിന് മനസ്സിലായി. കൊല്ലപ്പെട്ട പുരുഷന്റെ പേര് രാഹുൽ. അവിടെ അടുത്തുള്ള ഒരു പ്രദേശത്തിലെ സ്കൂളിലെ ഒരു ഗവൺമെന്റ് അധ്യാപകനാണ്. എന്നാൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് സോനു. ഇവർ പരസ്പരം വിവാഹിതരാണ്. പക്ഷേ ഇവർ പരസ്പരമല്ല കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ. കാരണം രാഹുലിന് ഭാര്യയും മക്കളും വേറെ ഉണ്ട്. അതുപോലെ തന്നെ സോനുവിനാണെങ്കിൽ ഒരു ഭർത്താവ് വേറെയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ വെവ്വേറെ കുടുംബങ്ങളുള്ള ഈ 2 പേരും എന്തിനായിരിക്കാം ഒരുപക്ഷെ ഈ കാട്ടിലെത്തിയിട്ടുണ്ടാവുക? അന്വേഷണത്തിന്റെ ഭാഗമായി ആ കാട്ടിലും ആ ചുറ്റുപാടുമുള്ള ഏകദേശം 50ഓളം CCTV ക്യാമറകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുകയാണ്. ഒരുപക്ഷെ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു അനധികൃതമായ ബന്ധമുണ്ടായിരുന്നിരിക്കാമോ? ഇതിന് പിന്നിലാണ് ഈ അന്വേഷണം പിന്നീട് ഫോക്കസ് ചെയ്യുന്നത്. CCTV പരിശോധിച്ച പോലീസിന് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു തെളിവും ലഭിച്ചില്ല. കാരണം അതിവിദഗ്ധമായി വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ കൊലപാതകി ഇവരെ 2 പേരെയും കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. പിന്നീട് സോനുവിന്റെ വീടിന് പുറത്തുള്ള ഒരു വീട്ടിൽ നിന്നും ഒരു CCTVയിൽ നിന്നും ചില ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയാണ്. രാഹുലും സോനുവും കൂടി വീടിന്റെ പിൻവശത്തു കൂടി ഇങ്ങനെ നടന്നു വരുന്നു. അവിടെ ഒരു ബൈക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ ബൈക്കിൽ നിൽക്കുന്ന ആള് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മുഖം കൃത്യമായി മനസ്സിലാക്കാൻ CCTVയുടെ സാധിച്ചിരുന്നില്ല. പക്ഷേ അവർക്ക് ആകെ മനസ്സിലായിട്ടുണ്ടായിരുന്ന ഒരു അടയാളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബൈക്കിന്റെ മുൻവശത്തായിട്ട് ഒരു എംബ്ലം ഉണ്ടായിരുന്നു, ഒരു സ്നേക്കിന്റെ എംബ്ലം. പിന്നീട് ഇവർ 2 പേരും ആ ബൈക്കിൽ കയറി അയാളുടെ കൂടെ യാത്രയാവുകയും ചെയ്യുന്നു. ബൈക്കിലുള്ള ആ പാമ്പിന്റെ ചിത്രം കേന്ദ്രീകരിച്ച് പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവർ പിന്നീട് എത്തിച്ചേർന്നത് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു മന്ത്രവാദിയും ആ സ്ഥലത്തെ പ്രധാന തന്ത്രിയുമായ ബലീഷ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്കായിരുന്നു. ബലീഷ് കുമാർ എന്നായിരുന്നു അയാളുടെ മുഴുവൻ പേര്. അയാളെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് ആ ഗ്രാമത്തിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇയാളെ അവിടുത്തെ ആളുകൾ ദൈവതുല്യമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇവരുടെ പേഴ്സണലി ഉള്ള പ്രശ്നങ്ങളും അതേപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങളും എല്ലാം തീർക്കാൻ വേണ്ടിയായിരുന്നു ഇയാളുടെ അടുത്ത് മെയിനായിട്ടും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വന്നുകൊണ്ടിരുന്നത്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതേപോലെ തന്നെ പ്രാർത്ഥനകൾക്കുമായി 100 കണക്കിന് ആളുകളാണ് ഇയാളെ തെരഞ്ഞ് ഇയാളുടെ അമ്പലത്തിൽ ദിനം പ്രതി എത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ബലീഷ് കുമാറും രാഹുലും തമ്മിൽ എന്തായിരിക്കാം ഒരുപക്ഷെ ബന്ധമുണ്ടായിരുന്നിട്ടുണ്ടാവുക? പിന്നീട് ഇതിനെ പറ്റിയായി പോലീസിന്റെ അന്വേഷണം. രാഹുലിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നു. രാഹുലിന്റെ ഭാര്യയെ ചോദ്യം ചെയ്ത സമയത്ത് രാഹുലിന്റെ ഭാര്യ കുറച്ച് കാര്യങ്ങൾ പോലീസിനോട് പറയുകയാണ്. തൻ്റെ ഭർത്താവും
ഈ സോനു എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് അനധികൃതമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്നുള്ളത് താൻ കണ്ടെത്തുന്നു. എന്നാൽ ഈ ബന്ധത്തിൽ നിന്ന് തന്റെ ഭർത്താവിനെ വിടുവിക്കാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം താൻ ശ്രമിച്ചെങ്കിലും തന്നെ കൊണ്ട് അത് കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കിയ രാഹുലിന്റെ ഭാര്യ ഉടനെ തന്നെ ഈ മന്ത്രവാദിയായ ബലീഷ് കുമാറിനെ സമീപിക്കുകയാണ്. തന്റെ ഭർത്താവും ഈ സ്ത്രീയുമായി ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നും തന്റെ ജീവിതം സുരക്ഷിതമാക്കി തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബലീഷ് കുമാറിന്റെ അടുത്തേക്ക് ഈ സ്ത്രീ എത്തുന്നത്. എന്നാൽ കഥയിലെ ട്വിസ്റ്റ് ഇരിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. ബലീഷ് കുമാറിന്റെ ഈ അമ്പലത്തിൽ വെച്ചുകൊണ്ടാണ് രാഹുലും സോനുവും ആദ്യമായിട്ട് കാണുന്നത്. ഇത് അന്ന് ആ കാലഘട്ടത്തിൽ അയാളുടെ ശ്രദ്ധയിൽ, അതായത് ബലീഷ് കുമാറിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ബലീഷ് കുമാറിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ട സമയത്ത് ഇവരെ രണ്ടുപേരെയും അടുത്തേക്ക് വിളിക്കാനും ഇവരെ രണ്ടുപേരെയും ഉപദേശിച്ച് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനും ഇയാൾ ശ്രമിച്ചു. ഇയാൾ പറയുകയാണ് ഇവരോട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേറെ വേറെ കുടുംബങ്ങളുണ്ട്. ഇയാൾക്കാണെങ്കിൽ ഒരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ ഒരു ഭർത്താവുമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? ഇത്തരം ഒരു അനധികൃത ബന്ധം കീപ്പ് ചെയ്യേണ്ട എന്താവശ്യമാണ് നിങ്ങൾക്കുള്ളത്? ഈ ഉപദേശങ്ങൾ മുഴുവൻ കേട്ടുകഴിഞ്ഞ ശേഷം രാഹുലും സോനുവും നേരെ ബലീഷ് കുമാറിനെതിരെ തിരിയുകയാണ്. എന്നിട്ട് അയാളോട് പറഞ്ഞു, നീ ഞങ്ങളെ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിക്കേണ്ട. നീ ഞങ്ങളെ പുറകെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നീ വലിയ ഫ്രോഡാണെന്നുള്ളത് ഞങ്ങൾ പോലീസിനോട് വിളിച്ചു പറയും. മാത്രമല്ല, നീ ഇവിടെ കയറി പിടിക്കാൻ ശ്രമിച്ചെന്നും നീ ഞങ്ങളെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകും. ബലീഷ് കുമാറിനെ ഇവർ പരസ്പരം ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ ഇത് കേട്ട ബലീഷ് കുമാറിനെ ഇതൊട്ടും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ഓൾറെഡി സോനു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയോട് ഇയാൾക്ക് ചെറിയ ഒരു നോട്ടമുണ്ടായിരുന്നു. ഇയാളെ മറികടന്നുകൊണ്ടാണ് രാഹുൽ ഈ പെൺകുട്ടിയുമായിട്ട് ഈ രഹസ്യബന്ധം തുടരുന്നത്. മാത്രമല്ല, ഇതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. നാട്ടിൽ വലിയ പേരും പ്രശസ്തിയൊക്കെ ഉള്ള ആളാണ് ഈ ബലീഷ് കുമാർ എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ തനിക്കൊരു മാനഭംഗം നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ താൻ ഈ നാട് വിട്ടു പോകേണ്ടി വരും എന്നുള്ള ചിന്തയിലേക്കാണ് അയാൾ പെട്ടെന്ന് പോകുന്നത്. അയാൾ ഒരു പ്രതികാരദാഹിയായിട്ട് ഇങ്ങനെ മാറി മാറി വന്നു. തന്നെ ഭീഷണിപ്പെടുത്തിയ, തന്നെ ആഗ്രഹങ്ങൾക്ക് എതിര് നിന്ന ഈ പെൺകുട്ടിയെയും രാഹുലിനെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഇയാൾ തീരുമാനിക്കുകയാണ്. അതിനെ തുടർന്ന് ഇയാൾ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. ഇതൊരു സാധാരണ കൊലപാതകമായിരിക്കരുത്. മാത്രമല്ല, അവസാനം ഈ കൊലപാതകം പുറത്തെറിഞ്ഞു കഴിഞ്ഞ സമയത്താണ് ഇതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്നുള്ളത് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കുന്നത്. ഒരു കൊലപാതകത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബലീഷ് കുമാർ വളരെ തന്ത്രപരമായി ഇവരെ രണ്ടുപേരെയും അപ്രോച്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധം തുടരാം. നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളവും അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ലൈംഗിക ആനന്ദകരവും കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു നാരി പൂജ ചെയ്തു തരാം. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഒരാൾക്കും നിങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല. കാമത്താൽ അന്ധരായ രാഹുലും സോനുവും ഈ വാക്കുകൾ വിശ്വസിച്ചു. ഇയാളുടെ കൂടെ പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ 2022 നവംബർ 17 രാത്രി സോനുവിന്റെ വീടിന്റെ പുറകുവശത്ത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന പാമ്പിന്റെ എംബ്ലം പതിച്ച ആ ബൈക്കിൽ കയറിക്കൊണ്ട് ഇവർ 3 പേരും യാത്രയാവുകയാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്തു വെച്ചതുപോലെ CCTVകൾ ഇല്ലാത്ത സ്ഥലത്തിലൂടെയാണ്, നിരത്തുകളിലൂടെയാണ് ഈ കാട്ടിലേക്ക് ഇയാൾ കൊണ്ടുപോയത്. പിന്നീട് കാട്ടിലെത്തി ബൈക്ക് ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് പാർക്ക് ചെയ്തു. എന്നിട്ട് രാഹുലിനോടും സോനുവിനോടും വസ്ത്രങ്ങൾ മുഴുവൻ അഴിച്ചു മാറ്റാൻ പറഞ്ഞു. പിന്നീട് അവരോട് അവിടെ വെച്ച് ഓപ്പണായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറഞ്ഞു. എന്നാൽ ബലീഷ് കുമാർ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. തൻ്റെ കയ്യിൽ ഒരു താന്ത്രിക ജലമുണ്ട്. നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങളുടെ മേത്തുകൂടി അത് ഒഴിക്കുന്നതായിരിക്കും, നിങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും. കാമത്താൽ അന്ധരായ ഇവർ രണ്ടുപേരും പിന്നീട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് ആ മന്ത്രവാദി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ താന്ത്രിക ജലം ഇവരുടെ ശരീരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഇവരുടെ വായിൽ, കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഇവരുടെ ശരീരത്തിന്റെ ഇടവഴികളിലൂടെ, മാത്രമല്ല ഇവരുടെ ശരീരഭാഗങ്ങൾ എന്നിങ്ങനെ ഇവരുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും, ചേർച്ച വരുന്ന മുഴുവൻ ഭാഗങ്ങളിലേക്കും ആ താന്ത്രിക ജലം ഇവർ അവരുടെ പെർമിഷനോടുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നിമിഷങ്ങൾക്കകം ആ കാട്ടിൽ നിന്ന് വലിയ ഒരു അശരീരി, ഒരു കരച്ചിൽ മുഴങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഒരു ശബ്ദം പോലും പുറത്തു വന്നില്ല. കാടിന്റെ വിജനതയെ പോലെ ആ പ്രദേശം മുഴുവനും വിജനമായിരുന്നു. ഒരു ശബ്ദം പോലും, ഒരു തരി ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. താന്ത്രിക ജലം എന്ന പേരിൽ അവരുടെ ശരീരത്തിലേക്ക് അയാൾ ഒഴിച്ചു കൊടുത്തിരുന്നത് വേറൊന്നുമല്ല, 50ഓളം പാക്കറ്റുകളിൽ അയാൾ വിവിധ കടകളിൽ നിന്ന് ശേഖരിച്ച ഫെവിക്വിക്ക് എന്ന
മാരകമായ പശയായിരുന്നു. ശരീരമാസകലം ഫെവിക്വിക്ക് വീണതോടുകൂടി ഇവരുടെ ശരീരം പരസ്പരം ഒട്ടിപ്പിടിച്ചു. വേർപെടുത്താൻ കഴിയാത്ത രീതിയിൽ ഇവരുടെ പരസ്പരം ഒന്നായി ചേർന്ന് കഴിഞ്ഞു. കണ്ണുകളിൽ ഫെവിക്വിക്ക് വീണപ്പോൾ കണ്ണുകൾ അടഞ്ഞുപോയി. വായിൽ ഫെവിക്വിക്ക് വീണപ്പോൾ വാ അടഞ്ഞുപോയി. അവർക്ക് വാ തുറക്കാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിൽ ഒരു ശബ്ദം പോലും പുറത്തു വരാത്ത രീതിയിൽ, അതല്ലെങ്കിൽ ഒന്ന് ശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, പൂർണ്ണമായും പിണഞ്ഞു കിടക്കുന്ന രീതിയിൽ അവർ രണ്ടുപേരും അവിടെ വെച്ച് സ്പോട്ട് ഡെഡ് ആവുകയാണ്. ഒരുപക്ഷെ അതിഭീകരമായ എരിച്ചിലും പുകച്ചിലും ഒക്കെ കാരണം ഇവർ ശരീരം പരസ്പരം വേർപെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായേക്കാം. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ആ പ്രദേശത്ത് പോലീസുകാർ കണ്ടെത്തിയ ആ മരച്ചുവട്ടിലെ കുറച്ച് രക്തത്തുള്ളികൾ, രക്തപ്പാടുകൾ. ഇവർ ഒരു പക്ഷേ പരസ്പരം ഇങ്ങനെ വിടുവിക്കാൻ ശ്രമിച്ച സമയത്ത് ഇവരുടെ ശരീരത്തിൽ നിന്നും രക്തം ചിന്തിയിട്ടുണ്ടാവാം. അതായിരിക്കാം ഒരു പക്ഷേ ആ മരച്ചുവട്ടിൽ കണ്ട രക്തം. ഒന്ന് ആലോചിച്ചു നോക്കൂ. കണ്ണുകൾ തുറക്കാൻ കഴിയാതെ വേദന കൊണ്ട് വിതുമ്പൽ കൊള്ളുമ്പോൾ, വാ തുറക്കാൻ കഴിയാതെ, ഒന്നുറക്കെ കരയാൻ കഴിയാതെ നരകയാതന എന്താണെന്ന് അവർ നേർക്ക് നേർ അനുഭവിച്ചു. എന്നാൽ ഇത്രയൊന്നും ചെയ്തത് കൊണ്ടൊന്നും ബലീഷിന്റെ ദേഷ്യം കെട്ടടങ്ങമായിരുന്നില്ല. അയാൾ ഒരു കത്തിയെടുത്ത് രാഹുലിന്റെ രഹസ്യഭാഗം വെട്ടിമുറിച്ചു മാറ്റി. പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും മരണം ഉറപ്പാക്കാൻ വേണ്ടി അവിടെ കിടന്നിരുന്ന ഒരു വലിയ കല്ലെടുത്ത് ഇവരുടെ രണ്ടുപേരുടെയും തലയ്ക്ക് ശക്തമായി അടിച്ചു. ഇവർ മരിച്ചെന്ന് ഉറപ്പുവരുത്തി. പിന്നീട് താനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ അമ്പലത്തിൽ ചെന്നുകൊണ്ട് ഭജനയിലും മറ്റും പങ്കെടുക്കുകയും ചെയ്തു. പോലീസ് ബലേഷ് കുമാറിനെ ചോദ്യം ചെയ്ത സമയത്ത് ആദ്യം അയാൾ ഇതൊന്നും സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് പോലീസ് ആ CCTV ദൃശ്യങ്ങളും ഇയാളുടെ ബൈക്കിലെ ആ പാമ്പിന്റെ ലോഗോയും എല്ലാം കാണിച്ച് ചോദ്യം ചെയ്ത സമയത്ത് ഇയാള് കൊലപാതകം സമ്മതിക്കുകയാണ്. ഞാൻ തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്നും അതിന് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്നും എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പോലീസിനോട് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. 2022 നവംബർ 22 അയാളുടെ അമ്പലത്തിൽ വെച്ച് തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്ത സമയത്ത് ബലീഷ് ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. ഇയാള് ഈ കൊലപാതകം ചെയ്യുന്നതിന് മുൻപ്, കൊലപാതകം പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി ദൃശ്യം എന്ന് പറയുന്ന മലയാളം മൂവി കുറച്ചധികം തവണ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഇത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇതിൽ നിന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇയാൾ ഈ കൊലപാതകം ചെയ്തത്. ഇതിൽ നിന്നും പോലീസിന്റെ കണ്ണെങ്ങനെ വെട്ടിക്കാമെന്നും തെളിവുകൾ എങ്ങനെ നശിപ്പിക്കാമെന്നും എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇയാൾ ഇത് നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. കുറ്റവാളി എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും അവസാനം പാമ്പിന്റെ രൂപത്തിൽ ആ ചെറിയൊരു തെളിവ് അവിടെ അവസാനിച്ചതോടുകൂടി അയാളെ അഴിയെണ്ണിക്കാൻ പോലീസിന് തെളിവുകൾ നിരത്തിക്കൊണ്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കൊലപാതകത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? തീർച്ചയായും ഇത്തരം വീഡിയോസ് കാണുന്നതിനും നല്ല ക്രൈം സ്റ്റോറികൾ കേൾക്കുന്നതിനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ നല്ലൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.